വയനാട്ടിലെ വന്യമൃഗ ആക്രമണം ചർച്ച ചെയ്യാൻ ഉന്നതതല അവലോകന യോഗം തുടങ്ങി. രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ യോഗം തുടരുകയാണ്. കൽപ്പറ്റ PWD ഗസ്റ്റ് ഹൗസിൽ നടക്കുന്ന യോഗത്തിൽ വനം റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെയും അജീഷിന്റെയും പ്രജീഷിന്റെയും വീടുകൾ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. PS രഞ്ജിത്ത് ഉണ്ട് കൽപ്പറ്റയിൽ നിന്ന് വിവരങ്ങളുമായി. രഞ്ജിത്ത്, യോഗം തുടങ്ങിയിട്ട് എത്ര നേരമായി? എത്രത്തോളം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട്? പ്രധാനമായും എടുത്തു പറയേണ്ട വ്യക്തികൾ ആരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്? എപ്പോഴായിരിക്കും രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം? 11:15 രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരു 15 മിനിറ്റ് മുമ്പാണ് യോഗം ആരംഭിച്ചത്. ജില്ലാ കളക്ടർ പങ്കെടുക്കുന്നുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരികളുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, MLA മാരുണ്ട്. അതായത് ബത്തേരിയുടെയും അതുപോലെ തന്നെ കൽപ്പറ്റയുടെയും MLA മാരുണ്ട്. ഇതുവരെ ജില്ലാ ഭരണകൂടം ഈ വന്യജീവി പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അതിൽ ഏതൊക്കെ തരത്തിലുള്ള സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ആണ് അത്യാവശ്യമുള്ളത്, അത്തരം കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഈ അവലോകന യോഗത്തിൽ പ്രധാനമായിട്ടും ചർച്ചയുണ്ടാവുക. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ ഇടപെടൽ ആവശ്യമുണ്ട്. അത്തരം പദ്ധതികൾ ഏതെല്ലാം പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ സാധിക്കും? പ്രത്യേകിച്ച് മാനന്തവാടി മെഡിക്കൽ കോളേജിൻ്റെ വിഷയമുണ്ട്, നാടും കാടും വേർതിരിക്കുന്ന ഫെൻസിങ്ങിനെ കുറിച്ച്, കിടങ്ങ് നിർമ്മാണത്തെക്കുറിച്ച്, അത്തരം പ്രശ്നങ്ങളിലൊക്കെ ഒരു ശാശ്വത പരിഹാരത്തിന് ഇടപെടാൻ സാധിക്കും? ഇതുവരെ വനം ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് മേലധികാരികളും ഒക്കെ ഇക്കാര്യത്തിൽ എന്തെല്ലാം ചെയ്തു, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയും അതിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ഉറപ്പുവരുത്തുകയുമാണ് ഈ അവലോകന യോഗത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇടപെടുന്നതോടുകൂടി തന്നെ പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ ഇത് വലിയ ചർച്ചയാവുകയും ദേശീയ തലത്തിൽ വാർത്തയാവുകയും ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ ഒരു ഇടപെടൽ ഉറപ്പുവരുത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കും. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്താൻ വേണ്ടി രാഹുൽ ഗാന്ധിക്ക് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഇവിടെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും MP എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുകയും അദ്ദേഹം ഇവിടെ കൊല്ലപ്പെട്ട വ്യക്തികളുടെ വീടുകൾ, ഇരകളുടെ വീടുകൾ സന്ദർശിക്കുകയും ആ കുടുംബത്തിന്റെ പരാതികൾ നേരിട്ട് കേൾക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പോളിന്റെയും അജീഷിന്റെയും പ്രജീഷിന്റെയും വീടുകളിലാണ് രാഹുൽ ഗാന്ധി MP ഇന്ന് എത്തിയത്. പോളിന്റെ മരണം നടന്ന് അദ്ദേഹത്തിന്റെ കല്ലറയിലെ മണ്ണ് ഉണങ്ങുന്നതിന് മുൻപാണ് രാഹുൽ ഗാന്ധി എത്തിയത്. വളരെ വൈകാരികമായ സാഹചര്യങ്ങളായിരുന്നു ഈ 3 വീടുകളിലും ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി വീട്ടിലെ ആളുകളോട് ചോദിച്ചറിഞ്ഞത്? അവരുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ബിനിൽ, ഭാരത് ന്യായ് യാത്രക്കിടെ ആ ഒരു വലിയ AICC നേതൃത്വത്തിൽ നടക്കുന്ന വലിയ യാത്ര താൽക്കാലികമായെങ്കിലും നിർത്തിവെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരാൻ നിർബന്ധിതനായത്. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടോടുകൂടി, ഇന്നലെ രാവിലെയോടുകൂടി വലിയ പ്രതിഷേധം വയനാട്ടിൽ നടന്നു. ആ പ്രതിഷേധത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലേക്ക് തിരിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അജീഷിൻ്റെ മരണം നടന്ന സമയത്ത് അജീഷിൻ്റെ വീട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരുന്നില്ല. ആ സമയത്ത് ഭാരത് ന്യായ് യാത്രയുടെ ഒരു ന്യായമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് രണ്ടാമത്തെ മരണം നടന്നു. ആ രണ്ടാമത്തെ മരണത്തെ തുടർന്ന് വയനാട് ആകെ വലിയ തോതിൽ പ്രക്ഷുബ്ധമാവുകയും ഈ പ്രതിഷേധം അധികാരികൾക്ക് നേരെ, ജില്ലാ ഭരണകൂടത്തിന് നേരെ, സംസ്ഥാന സർക്കാരിന് നേരെയൊക്കെ ഉയർന്നപ്പോൾ അത് MP-ക്ക് നേരെയും ഉയർന്നു. എവിടെ വയനാടിൻ്റെ MP എന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ആ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരാൻ നിർബന്ധിതനായത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം വന്നതിന് പിന്നാലെ അജീഷിൻ്റെ വീട് സന്ദർശിച്ചു. അജീഷിൻ്റെ വീട്ടിൽ അജീഷിൻ്റെ കുടുംബക്കാർക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അതിൽ ജോലി ഉൾപ്പെടെ 50 ലക്ഷമാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. അതിൽ 10 ലക്ഷമാണ് കൊടുത്തത്. ഈ 50 ലക്ഷം എന്ന് പറയുന്ന നഷ്ടപരിഹാരം കുടുംബത്തിന്റെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ വലിയ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. അത്തരം ആവശ്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയൊരു കുടുംബത്തിന് ഇത്തരത്തിൽ ഒരു ദുരന്തം ആവർത്തിക്കപ്പെടരുത് എന്നൊരു ആവശ്യവും അജീഷിന്റെ കുടുംബം വ്യക്തമാക്കി. അതുപോലെ പോളിന്റെ കുടുംബം വളരെ ദരിദ്രമായ ഒരു കുടുംബമാണ്. ഈ വന്യജീവി വകുപ്പിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഈ വനസംരക്ഷണ സമിതിയുടെ ജോലിക്കാരനായിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ആ വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന പോളിന്റെ കുടുംബത്തിന് ഏക ആശ്രമമായിരുന്നു പോളിന്റെ വരുമാനവും. സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയുടെ പഠനമുണ്ട്, അതോടെ ആ കുടുംബത്തിന് ഒരുപാട് കടബാധ്യതകളുണ്ട്, ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങൾ പോളിന്റെ കുടുംബവും സമാനമായി തന്നെ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ എവിടെ വേണം, കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എത്രത്തോളം വേണം എന്ന കാര്യത്തിലൊക്കെ രാഹുൽ ഗാന്ധി ഇന്ന് ഒരുപക്ഷെ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചേക്കാം. അതുപോലെ തന്നെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലേക്കും രാഹുൽ ഗാന്ധി പോവുകയുണ്ടായി. ആ കുടുംബത്തിൻ്റെയും പരാതികൾ രാഹുൽ ഗാന്ധി കേട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം പരാതികൾ കേട്ട അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുക. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭാരത് ന്യായ് യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ ഈ വയനാടിൻ്റെ വന്യജീവി പ്രശ്നങ്ങളെക്കുറിച്ച്, വയനാട്ടിലെ മനുഷ്യർ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ ദേശീയമായി ശ്രദ്ധ ആകർഷിക്കാനും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്താനും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ യാത്രയോടുകൂടി തന്നെ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഭാരത് ജോഡോ ന്യായ് യാത്ര എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വലിയൊരു പ്രൊജക്ട് നിർത്തിവെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത് വഴി ദേശീയ ശ്രദ്ധയിലേക്ക് വയനാടിന്റെ വിഷയങ്ങൾ എത്തിക്കാനാകും എന്നാണ് കോൺഗ്രസിന്റെയും പ്രതീക്ഷ.